Hey, hello, welcome to EduPod CUET. Yes, ഞാനിന്ന് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ CUET എക്സാമിന്റെ ഡേറ്റ്സ് ഇതാ അടുത്തോണ്ടിരിക്കുവാണ്. നമ്മൾ CUET എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ വർഷത്തെ CUET അതേ പാറ്റേൺ ആണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ അതായത് ലാസ്റ്റ് ഇയറിന്റെ CUET 2024 CUETയുടെ പാറ്റേൺ അല്ല 2025 CUETക്കുള്ളത്. ഒരുപാട് ചേഞ്ചസ് ആണ് പുതിയ CUET എക്സാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ചേഞ്ചസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ആ പ്രത്യേക അതായത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ആ കാര്യപ്പെട്ട മാറ്റങ്ങൾ, ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ CUET അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് CUET എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ആ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ റെഫർ ചെയ്യുക, അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, കേരളം പഠിക്കട്ടെ. ഓക്കെ, റെഡി. സോ ഈ ഒരു CUET 2025 എക്സാം പാറ്റേണിൽ വന്നിട്ടുള്ള മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 ചേഞ്ചസ് ആണ്, കാര്യപ്പെട്ട ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് വൺ എന്നുള്ളത് കഴിഞ്ഞ വർഷം വരെ നമ്മൾക്ക് 6 സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. We were allowed to choose 6 സബ്ജക്ട്, അതായത് 6 സബ്ജക്ട്സ് വരെ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ആകെ 5 സബ്ജക്ട്സ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഏതാണ്, നിങ്ങൾക്ക് ഏത് കോളേജസിലാണ് അഡ്മിഷൻ വേണ്ടത് എന്നുള്ളതെല്ലാം കറക്റ്റ് നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്ട്സിനെ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈബ്രിഡ് മോഡലാണ്, അതായത് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ മോഡായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ CUET എക്സാം വിൽ ബി കംപ്ലീറ്റ്ലി ഓൺലൈൻ മോഡായിരിക്കും. അതായത് CBT മോഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലായിരിക്കും ഈ വർഷം കംപ്ലീറ്റ് CUET എക്സാം നടത്തുന്നുണ്ടാവുക. ലാസ്റ്റ് ഇയർ കുറച്ച് ആൾക്കാർക്ക്, അതായത് കുറച്ച് സ്ഥലങ്ങളിൽ അത് CBTയും കുറച്ച് സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ എക്സാമും ആയിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ കംപ്ലീറ്റ്ലി മൊത്തം എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, ഓൺലൈൻ മോഡ് എക്സാം ആയിരിക്കും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ നമ്മൾക്ക് ക്ലാസ് 12ൽ നിങ്ങൾ ഏത് സ്ട്രീമാണ് പഠിച്ചിട്ടുള്ളത് അതിന് അക്കോർഡിംഗ് മാത്രമേ നിങ്ങൾക്ക് സബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം മുതൽ നിങ്ങൾ ക്ലാസ് 12ന് ഏത് സബ്ജക്റ്റ് പഠിച്ചു എന്നുള്ളത് ഇവിടെ മാറ്റർ അല്ല, നിങ്ങൾക്ക് ഏത് സ്ട്രീമിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സബ്ജക്ട്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്കത് ക്ലാസ് 12ൽ നിങ്ങൾക്കതൊരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ക്ലാസ് 12ന്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ സബ്ജക്ട്സുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായാലും നിങ്ങൾക്ക് ഏത് സ്ട്രീമിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വർഷം മുതൽ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഓരോരോ സബ്ജക്ട്സിന് ഓരോരോ ടൈമിങ്സ് ആയിരുന്നു. അതായത് ചില സമയങ്ങളിൽ 45 മിനിറ്റ് ഉള്ളതുണ്ടായിരുന്നു, ചിലത് 60 മിനിറ്റ്, അങ്ങനെ 45 to 60 മിനിറ്റ്സ് എന്നുള്ള ടൈമിനെ മൊത്തത്തിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് എല്ലാ സബ്ജക്ട്സിന്റെയും ഡ്യൂറേഷൻ 60 മിനിറ്റ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സബ്ജക്ട്സും, ഏത് സബ്ജക്ട്സ് നിങ്ങൾ എക്സാം എഴുതാണെന്നുണ്ടെങ്കിലും 60 മിനിറ്റ്സ് ആണ് എല്ലാ സബ്ജക്ട്സിനും ഉണ്ടാവുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ വരെ നമ്മൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് നീറ്റ് എക്സാമിനൊക്കെ കൊടുക്കുന്നത് പോലെ നമ്മൾക്ക് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, ഇറ്റ് വാസ് ഓപ്ഷണൽ. പക്ഷേ ഈ വർഷം മുതൽ നമ്മൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് എക്സാമിന് നിങ്ങൾ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ മാൻഡേറ്ററി, ഒന്നും എന്തല്ല, ഓപ്ഷണൽ അല്ല കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കുന്നവരുണ്ടാവും. പക്ഷെ അതെന്ത് ചെയ്യരുത്, നോക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്താണ്, മാൻഡേറ്ററി ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. എവറി ക്വസ്റ്റ്യൻ ഷുഡ് ബി അറ്റൻഡഡ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾക്ക് 63 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. ഈ വർഷം മുതൽ അത് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്തിട്ട് 37 സബ്ജക്ട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ നമ്മൾക്ക് ടോട്ടൽ ഒരു 63 സബ്ജക്ട്സ് ഉള്ളത് ഈ വർഷം മുതൽ നമ്മൾക്ക് ഉണ്ടാവുന്നത് വെറും 37 സബ്ജക്ട്സ് ആണ്. അതിൽ തന്നെ ഈ 13 ലാംഗ്വേജസ് ആണ്, 23 മെയിൻ സബ്ജക്ട്സ് ആയിരിക്കും, അതായത് ഡൊമെയിൻ സബ്ജക്ട്സ്, അതേപോലെ ഒന്ന് നമ്മളുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ അങ്ങനെ സബ്ജക്ട്സിന്റെ എണ്ണം കാര്യങ്ങളൊക്കെ ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏതൊക്കെ സബ്ജക്ട്സ് വേണം, ഓരോരോ യൂണിവേഴ്സിറ്റിയുടെ പ്രിഫറൻസസ്, ഓരോ കോളേജസിന്റെ പ്രിഫറൻസസ് ഒക്കെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്ജക്ട്സ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം പിന്നീട് നമുക്ക് അതിലൊരു ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വരുത്താൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ സബ്ജക്ട്സ് കോമ്പിനേഷൻസും ഓരോ സബ്ജക്റ്റും ഒക്കെ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ വരെ നമ്മളുടെ ഈ
ജനറൽ ടെസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വർഷം മുതൽ ആ ജനറൽ ടെസ്റ്റിന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് ഈ വർഷം മുതൽ നമ്മളുടെ ജനറൽ ടെസ്റ്റിന്റെ പേരുണ്ടാവുക കേട്ടോ. അത്രയും കാര്യമായിട്ടുള്ള ഒരു 7 ചേഞ്ചസ് ആണ് നമ്മളുടെ ഈ വർഷത്തെ CUET 2025 എക്സാമിനേക്ക് ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് കാര്യമായിട്ട് റെഫർ ചെയ്യുക. കാരണം നമ്മൾ ലാസ്റ്റ് ഇയറിന്റെ ആ ഒരു പാറ്റേൺ വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും എക്സാം സെന്ററിൽ എത്തുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് റെഫർ ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ആൻഡ് പിന്നെ ഒരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ നമ്മൾക്ക് 14 സെന്റേഴ്സ് ആയിരുന്നെങ്കിൽ ഈ വർഷം മുതൽ അത് 17 സെന്റേഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കേരളയിലുള്ള 17 സെന്റേഴ്സ് ആണിത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, പയ്യന്നൂർ പുതിയത് ആഡ് ചെയ്തതാണ്. അതേപോലെ ആലപ്പുഴ ഓർ ചെങ്ങന്നൂർ എന്നായിരുന്നു കഴിഞ്ഞ വർഷം. 2 സെന്റേഴ്സ് ആക്കിയിട്ടുണ്ട്. ആലപ്പുഴ ആൻഡ് ചെങ്ങന്നൂർ ഉണ്ട്. അതേപോലെ തന്നെ എറണാകുളം അല്ലെങ്കിൽ മൂവാറ്റുപുഴ എന്നായിരുന്നു. സോ അതും എന്ത് ചെയ്തിട്ടുണ്ട്, 2 സെന്റേഴ്സ് ആക്കിയിട്ടുണ്ട്, എറണാകുളം ആൻഡ് മൂവാറ്റുപുഴ. ഇങ്ങനെ 17 ടോട്ടൽ സെന്റേഴ്സ് ആണ് നമുക്ക് കേരളത്തിൽ ഒട്ടാകെ CUET 2025 എക്സാം എഴുതാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സെന്റേഴ്സും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ബെനിഫിഷ്യറി ആയിട്ടുള്ള കുറച്ച് സെന്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഏത് എക്സാം സെന്റർ ആണോ തൊട്ടടുത്തുള്ളത് ആ എക്സാം സെന്റേഴ്സ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള CUET ക്രാഷ് കോഴ്സ് നമ്മൾ എജുബോട്ട് റൺ ചെയ്യുന്നുണ്ട്. സോ അത് ഏർലി ബേർഡ് ഓഫർ ആയിട്ട് നമ്മൾ ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് നമ്മളൊരു കിടുക്കാച്ചി ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാർച്ച് 25-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ CUET ക്രാഷ് പ്രോഗ്രാമിലൂടെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, CUET ഒരുപാട് നല്ല നല്ല കോളേജസിൽ നല്ല നല്ല കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ ചാനൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. സോ അങ്ങനെയുള്ള ഒരു ബാച്ച്, അതിലും കിടുക്കാച്ചിയായിട്ടുള്ള ഒരു ബാച്ചാണ് അഗ്നി സൂപ്പർ ക്രാഷ് ബാച്ച്. നമ്മൾ മാർച്ച് 25-ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള CUET എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ ഡ്രീം കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്ന് താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാം. സോ ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് മാത്രമാണ് നമ്മളൊരു ഏർലി ബേർഡ് ഓഫർ കൊടുക്കുന്നത്. സോ ഓഫർ എന്താണെന്ന് അറിയാനും കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. സോ നമ്പർ 9207998855 എന്ന നമ്പറിലേക്ക് വിളിക്കുക. യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. കൂടുതൽ CUET മൊത്തം അപ്ഡേറ്റ്സും ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റേ ട്യൂൺഡ്.